ഹായ്, അസ്സലാമു അലൈക്കും. അപ്പം ഞാൻ എൻ്റെ രീതിയിലൊന്ന് ചിക്കൻ ഉണ്ടാക്കുന്നത് നിങ്ങൾക്ക് കൊണ്ടൊന്ന് കാണിച്ചു തരാവേ. അപ്പോൾ അതിലേക്ക് കുറച്ച് ചിക്കൻ എടുക്കുക, പിന്നെ അതിലേക്ക് തക്കാളി 2 തക്കാളി ഞാൻ എടുത്തത്, പിന്നെ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത്, കുറച്ച് സവാള 2 3 എടുക്കുക. ചിക്കൻ എത്രയാണെന്ന് വെച്ചാൽ അതിന് ആവശ്യത്തിന് എടുക്കുക. 2 പച്ചമുളകും. വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് ഉലുവ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ചട്ടിയിലാണ് ഉണ്ടാക്കുന്നത്, അടുപ്പിലുമാണ്. അപ്പോൾ ടേസ്റ്റ് ഉണ്ടാവില്ല ഒന്നുകൂടെ അടുപ്പിൽ വെക്കുമ്പോൾ. പിന്നെ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ഇട്ട് കൊടുത്ത്, കറിവേപ്പില ഇട്ട് കൊടുത്ത്, അപ്പോൾ അതിന് കുറച്ച് തീ കൊടുത്താൽ മതി, കൂടുതൽ തീ കൊടുക്കണ്ടേ. പിന്നെ സവാള അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. സവാള ഞാനൊന്ന് ഞരടിയിട്ടാണ് ഇട്ടെടുക്കുന്നത്. ഇനി നല്ലപോലെ ഒന്ന് പിച്ചിട്ട് കൊടുത്താലേ വേഗം നമുക്കിത് വാടി കിട്ടും. അപ്പോൾ ഇത് നല്ലോണം ഇളക്കി കൊടുക്കുക. അപ്പോൾ അതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കുക. ഉപ്പും കൂടെ ഇട്ട് കൊടുത്തിട്ട് നമ്മളോട് ഇളക്കിയിട്ട് പിന്നെ ഒന്നത് മൂടി വെക്കുക. ഒന്ന് മൂടി വെച്ച് വേവിച്ചെടുക്കുമ്പോൾ ഇത് ഉള്ളിയൊക്കെ നല്ലപോലെ വാടിയിട്ടുണ്ട്. അപ്പോൾ വെളിച്ചെണ്ണ നടുവിലേക്ക് ഇങ്ങനെ ഇറങ്ങി വന്നിട്ടുണ്ട്. അപ്പോൾ അതിങ്ങനെ ഉള്ളിയൊക്കെ ഒന്ന് സൈഡിലായി കൊടുത്തിട്ട് തിളച്ച് വരുന്ന ആ വെളിച്ചെണ്ണയിലേക്ക് കുറച്ച് മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുക. 2 സ്പൂണ് മല്ലിപ്പൊടി ഇട്ട് കൊടുത്ത് ഞാൻ പിന്നെ അത് നല്ലോണം ആ വെളിച്ചെണ്ണയിൽ കിടന്നൊന്ന് മൂത്ത് വന്നാൽ നല്ലൊരു ടേസ്റ്റ്, നല്ലൊരു സ്മെല്ലാണ് കറക്കി. അപ്പോൾ ഇത് നല്ലപോലെ അതൊക്കെ ഇട്ട് കൊടുത്ത് ഒന്ന് ഇളക്കി എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഒന്നുകൂടെ ഒന്ന് അടച്ച് വെക്കുക. അടച്ച് വെച്ചിട്ട് അത് തുറന്നിട്ട് നമുക്ക് ബാക്കി ഉള്ള സാധനമൊക്കെ ഇട്ട് കൊടുക്കുക. തക്കാളി ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഇളക്കി കൊടുത്തതിന് ശേഷം ബാക്കിയുള്ള പൊടികളൊക്കെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. മഞ്ഞൾപ്പൊടി ചേർക്കണം. പിന്നെ അതിനുശേഷം ബാക്കിയുള്ള പൊടികളൊക്കെ അതിലേക്ക് കുരുമുളക് പൊടി 2 സ്പൂണാണ് കുരുമുളക് പൊടി ഞാനിട്ട് കൊടുക്കുന്നത്. കുരുമുളക് പൊടി എരിവ് കൂടുതൽ വേണ്ടവർക്ക് കുറച്ചുകൂടി ചേർക്കട്ടോ. ഞാനിവിടെ 2 സ്പൂണാണ് ചേർത്തത്. പിന്നെ ചിക്കൻ മസാലപ്പൊടി 1 സ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത് വീഡിയോയിൽ കുടുങ്ങിയില്ലേ. 1.5 ചിക്കൻ മസാലപ്പൊടി ഇട്ടത്. അതിന് ശേഷം ചിക്കനും ഇതിലേക്ക് ഇട്ട് കൊടുത്ത് അപ്പോൾ നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. ചിക്കനൊക്കെ ഒന്ന് മസാലയിലൊക്കെ കൂടിയിട്ട് വേവാൻ വേണ്ടിയിട്ട് കുറച്ച് പെരിഞ്ജീരകത്തിൻ്റെ പൊടി കൂടെ ഇട്ടെടുത്ത്, പിന്നെ 1 കപ്പ് വെള്ളം, അത്ര വെള്ളം ഒഴിച്ചിട്ടുള്ളൂ കേട്ടോ. അതുപോലെ അടച്ച് വെച്ചിട്ട് നല്ലവണ്ണം ഒന്ന് തീ കത്തിച്ചിട്ട് വേവിച്ചെടുക്കുക. അപ്പോൾ കറി ഇവിടെ സെറ്റായിട്ടുണ്ട്. അപ്പോൾ ഒന്നുകൂടെ ഒന്ന് കുറച്ച് മല്ലിയിലയും കൂടെ ഇടുന്നുണ്ട്. മല്ലിയില എടുത്തത് വീഡിയോയിൽ കുടുങ്ങിയിട്ടില്ല കേട്ടോ. കുറച്ച് മല്ലിയിലയും കൂടെ ഇട്ട് കൊടുക്കുക. മല്ലിച്ചപ്പ് പുതിന ഇട്ട് കൊടുത്ത് കറി ഇതാ സെറ്റായിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണേ. ഞാൻ ചെറിയ മോനുള്ളതുകൊണ്ട് മോന് അത്ര എരിവ് പറ്റാത്തതുകൊണ്ട് കുറച്ച് എരിവ് ഇട്ടില്ല കേട്ടോ, കുരുമുളക് പൊടി. അപ്പോൾ എരിവ് വേണ്ടവർക്ക് കുറച്ചുകൂടെ ഇട്ട് കൊടുക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യണേ.